ഡാലസിലെ എൻ്റെ പ്രിയപ്പെട്ട ഗ്രാനായ സഹോദരങ്ങളെ, ഞാൻ സൈമൺ ചമക്കാല. നിങ്ങൾ ഏവർക്കും അറിയാമല്ലോ, ഞാൻ ടീം യുണൈറ്റഡിൻ്റെ പാനലിൽ നാഷണൽ കൗൺസിൽ മെമ്പറായി KCCNലേക്ക് മത്സരിക്കുന്ന വിവരം കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് നിങ്ങൾ ഓരോരുത്തരോടും പേഴ്സണലായും ഫോണിൽ കൂടിയും എന്നെയും എൻ്റെ പാനലിനെയും വിജയിപ്പിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണല്ലോ. എങ്കിലും നമുക്കറിയാം, നമ്മുടെ ഡാലസ് പോലുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങളെ പേഴ്സണലായി അറിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് അറിയിക്കുന്നതിനും എൻ്റെ ആഗ്രഹങ്ങളും കൺസേണുകളും നിങ്ങളോട് ഓരോരുത്തരോടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും കൂടി വേണ്ടിയാണ്. ആദ്യമായി ഞാൻ എൻ്റെ ഫാമിലിയെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഞാൻ കൈപ്പുഴ പാലത്തുരുത്ത് ചമക്കാലയിൽ കുടുംബത്തിൽ ജനിച്ചു. ഏകദേശം 90കളുടെ അവസാനം ഡാലസിലേക്ക് കുടുംബത്തോടൊപ്പം ഇമിഗ്രേറ്റ് ചെയ്തു. ഞാൻ കരിങ്കുന്നം ഏലന്താനത്ത് കുടുംബത്തിലെ ജോമിനിയെ ആണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയ 3 കുട്ടികൾ. 7 വയസ്സുള്ള ടെറീസ, 4 വയസ്സുള്ള ഐസക്, 2 വയസ്സുള്ള സെറീന. ഞാനിപ്പോൾ ഡെവീറ്റ എന്ന ഡയാലിസിസ് കമ്പനിയിൽ ഗ്രൂപ്പ് ഫെസിലിറ്റി അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുന്നു. ഇനി എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് ഞാൻ എന്തിന് നാഷണൽ കൗൺസിൽ മെമ്പറായി മത്സരിക്കുന്നു എന്നതിൻ്റെ കാരണങ്ങളാണ്. നിങ്ങളേവരെയും പോലെ തന്നെ നമ്മുടെ ഈ അമേരിക്കയിൽ ജോലിയും അതിൻ്റെ കൂടെ ഫാമിലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരു സാധാരണ അമേരിക്കൻ മലയാളിയാണ് ഞാനും. എൻ്റെ മനസ്സിൽ അടുത്ത 2 വർഷം കൊണ്ട് ചെയ്തു തീർക്കുവാനുള്ള പല പദ്ധതികളുമുണ്ട്. വളരെ ജനറിക്കായി കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റുകളും യൂത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ബെറ്റർമെൻറ്റിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്ന് മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് എന്ന ഒരു ഉത്തമ ബോധ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് എനിക്ക് ഒരു നിർബന്ധമുണ്ട്. അടുത്ത 2 വർഷത്തിലെ ഇനിഷ്യേറ്റീവ്സ് എല്ലാം പറഞ്ഞ് നിങ്ങളുടെ വിലയേറിയ സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. എങ്കിലും എൻ്റെ മനസ്സിലുള്ള നമ്പർ 1 പ്രോജക്റ്റ്, എൻ്റെ ടാർഗറ്റ് ഫോർ 2019 ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 10 വയസ്സിൽ താഴെയുള്ള 3 കുട്ടികൾ. അവർ വളർന്നു വരുന്ന നമ്മുടെ അമേരിക്ക. ഇപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തുവാനും സൊസൈറ്റിയിൽ കാണുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും എൻ്റെ അറിവുകൾ മാത്രം മതി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്കൂളിൽ നിന്നും നമ്മുടെ പള്ളികളിൽ നിന്നും കിട്ടുന്ന ക്ലാസ്സസ് അവരെ അക്കാഡമിക്കലിയും സ്പിരിച്വലായും സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് മാത്രം മതിയോ? നമ്മുടെ കുട്ടികൾ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ അവർ അതിനെ ഉത്തരവാദിത്വത്തോടെ തരണം ചെയ്യേണ്ടതില്ലേ? ഈ ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സ്കിൽ സെറ്റ് നമുക്ക് ഏവർക്കുമുണ്ടോ? നമുക്ക് ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണോ എന്ന് ഒരു റിവ്യൂ നടത്താൻ പറ്റിയ ആളുകൾ ആരാണ്? ഇതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് നാഷണൽ കൗൺസിൽ മെമ്പറായിരിക്കണം എന്നതിൻ്റെ സുപ്രധാനമായ കാരണവും ഇത് തന്നെയാണ്. നമ്മുടെ കുട്ടികളെ എല്ലാ രീതിയിലും മുൻപോട്ട് കൊണ്ടുപോകാൻ മാതാപിതാക്കൾക്ക് തനിയെ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിനുള്ള സമയമോ സാമ്പത്തികമോ നമ്മൾക്കില്ലാഞ്ഞിട്ടല്ല. നമ്മൾ ഓരോരുത്തരുടെയും സ്കിൽ സെറ്റ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു പക്ഷേ കിട്ടിയേൽക്കാവുന്ന എല്ലാത്തരം ട്രെയിനിങ്ങും എല്ലാ പേരൻസിനെയും കൊണ്ട് സാധിച്ചെന്ന് വരില്ല. പക്ഷേ നോർത്ത് അമേരിക്കയിലെ നമ്മുടെ ജ്ഞാനായ സമൂഹത്തെ ഒന്ന് നോക്കൂ. ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ വേണ്ടുന്നതായ എല്ലാ സമയങ്ങളിലും സ്കിൽഡ് ആയിട്ടുള്ള 100 കണക്കിന് പ്രൊഫഷണൽസ് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഫോർ എക്സാമ്പിൾ, വി ഹാവ് എക്സലൻറ്റ് സ്പീക്കേഴ്സ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റ്, speech and occupational therapists, social workers, you name it. We have the best in the world. But how we can make use of all these skill set if there is nobody to coordinate? Here I suggest something I like to call a Knanaya Parents and Children's Core Group. This group should be a wing of KCCNA dedicated for our youth and children, consist of specialists who can guide our kids and youth on a day-to-day basis. I promise to make all the efforts to make all these resources available. Now the next question is, we have a group of specialists who are out there. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ഇതെങ്ങനെ ബെനിഫിഷ്യൽ ആക്കും? നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ജ്ഞാനായ പള്ളിയിലും അസോസിയേഷനിലും ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ്. ഓരോ യൂണിറ്റിലും നമുക്ക് കോർഡിനേറ്റേഴ്സിനെ തിരഞ്ഞെടുത്തതിന് ശേഷം
based on the individual unit's preference. We will organize sessions either in our own facilities or somewhere it is preferable for the people. Our national specialists will run different workshops which will make our kids the best in the world with the help of our local coordinators. ടെക്നോളജി ഇത്രയും അഡ്വാൻസ് ആയ നമ്മുടെ ഈ ലോകത്ത് നമ്മൾ എവിടെയാണെങ്കിലും സ്പെഷ്യലിസ്റ്റ് എവിടെയാണെങ്കിലും ഈ സെഷൻസ് നമുക്ക് ഈസിയായി വീഡിയോ കോൺഫറൻസിൽ കൂടെയോ മറ്റ് സാങ്കേതിക മാർഗങ്ങളിൽ കൂടിയോ ചെയ്യാവുന്നതാണ്. ഇത് എൻ്റെ ഒരു ഡ്രാഫ്റ്റ് പ്ലാൻ മാത്രമാണ്. പക്ഷേ നിങ്ങൾ ഓരോരുത്തരുടെയും ഇൻപുട്സ് എടുത്തുകൊണ്ടായിരിക്കും ഞാൻ ഈ ഒരു പ്രോജക്റ്റ് നാഷണൽ ലെവലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സമയത്തിൻ്റെ പരിമിതി മൂലം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ വെൽബീയിങ്ങിനും ഹാർമണിക്കും പ്രയോജനപ്പെടുന്ന എൻ്റെ മറ്റാശയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. സ്നേഹമുള്ള സഹോദരങ്ങളെ, എനിക്ക് ഒരു അവസരം നിങ്ങൾ തരികയാണെങ്കിൽ I will make sure that I will do my level best to make a difference in our community. ഈ വരുന്ന ഡിസംബർ 1 ശനിയാഴ്ച നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ട് നൽകി എന്നെയും ടീം യുണൈറ്റഡിനെയും വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. Thank you so much for your time. Simon Chamakala.